ഇത് കേരളം എന്നിരിക്കുന്നതായ മഹാഭൂമിയുടേതായിരിക്കുന്ന രക്ഷകണ്ഠ കരടി 1448 നിയമപ്രതിഷ്ഠ 108 ശിവക്ഷേത്രം 108 ദുർഗാലയം ഭൂതങ്ങൾ ദേവങ്ങളുടെ ദേവാലയം ഭൂതങ്ങളുടെ വാടക്കൊട്ടിലി ഊട്ട് പാട്ട് നരിയാട്ട് കളിയാട്ടം പൂരവേല തൃക്കാൽവട്ടം മൃത്യുഞ്ജയം ഗണപതി ഹോമം അങ്ങനെ ഇരിക്കുന്നതായ സൽക്കർമ്മങ്ങളൊക്കെ തിറ്റാലും ചെയ്തു. എന്തിനാ അറിയോ? എന്തിനാ? ജ്ഞാനം വർദ്ധിക്കണം, ഐശ്വര്യം വർദ്ധിക്കണം. ഐശ്വര്യം വർദ്ധിച്ചിട്ട് ഈശ്വര സേവ വഴി പോലെ നടക്കണമെന്ന് എന്നത് കണ്ട് കരുതി വരുണനെ സേവിച്ചു. അന്നോ 6 മാസം വേനലും 6 മാസം വർഷവും ഉണ്ടാക്കി. എന്തിനായിക്കൊണ്ടാണ് അറിയോ? മലയാള ഭൂമി എന്നിരിക്കുന്നതായ രക്ഷയെ കണ്ട് കരുതിയിട്ട് കാലം പിഴച്ചുകൊണ്ട് കാലം പിഴച്ചില്ലേ? കാലത്തിനൊത്ത കോലം കരുതുക കലിരാജന്റെ ചോരത്തിളപ്പാം. കാലം വന്നിങ്ങണഞ്ഞു ഹരിയുടെ കലയും ദൂരവേ പോയി മറഞ്ഞു. കാലം താപാഗ്നിയിൽ വീണു ഉടലുരുകും അതിനുള്ള യോഗം നിറഞ്ഞു. ആ രോഗം മാർവിളർന്നു ശിവശിവ ഇനിമേൽ ഇതെന്തെന്ന് ആരറിഞ്ഞു. കലികാലം ആണല്ലോ ഇത് അല്ലെ? കലിയുഗത്തിനകത്ത് പന്നകത്തെ കണ്ടാൽ പാശമെന്നും അല്ലെ, പ്രതിഷ്ഠ കരിങ്കല്ലെന്നും ദൈവം നാസ്തിയെന്നും അങ്ങനെ ഇരിക്കുന്നതായ കലികാലം തന്നെയാണല്ലോ. എന്താണ് വേണ്ടത് കലികാലത്തിനകത്ത് അറിയോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? ജ്ഞാനമാ കൃതയുഗേ യത്നമാ ത്രേതായുഗേ പിന്നീട് ദ്വാപരം തന്നിലാം അക്ഷരം കീർത്തനമല്ലോ കലിയിൽ വേണ്ടത് അല്ലെ? എന്തിനാ? ആർത്തിവിനാശനന്റെ സേവകൾക്കായിട്ട് കലികാലത്ത് നിങ്ങൾ കീർത്തിക്കുന്നതായ ആ കീർത്തനങ്ങൾ അല്ലെ, അനേകം നാമധേയങ്ങൾ ഉണ്ട് ഭഗവാന് അല്ലെ. അന്ന് യുദ്ധനിഗ്രഹങ്ങളൊക്കെ വിചാരം ചെയ്തു യുദ്ധപരിപാലനം ചെയ്തു പോരുന്നതായ ആ ദിക്കിനകത്ത് അനേകം കുസുമാദികളെ കൊണ്ടും വാദ്യ അലങ്കാരങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളാലും ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഗ്രാഹ്യമുണ്ടല്ലോ. ഇതങ്ങളെ അറിയാലോ അല്ലെ? മുല്ലമല്ലിക കൈത കനകനാരി ചെക്കി ജയമന്തികം പിച്ചകം കരിങ്കൂവളം കുറുമണി ചെന്താമര വെന്താമര മാതളപ്പൂ ശംഖുപുഷ്പം കൃഷ്ണതുളസി അങ്ങനെ ഇരിക്കുന്നതായ കുസുമാദികളെ കൊണ്ടും എച്ചെറിയുന്നത് ശംഖുമിഴാവലി ചെറുകുടി ചപ്പോളക ഇടക്കം ഉടുക്ക് പഠനം താളം ചെണ്ടനിമില ചേർമംഗളം കൊമ്പുംകുഴൽ ശങ്കുന്തരി വീരവധളം വിശേഷാലെന്റെ ദേവതുന്തുമി അങ്ങനെ ഇരിക്കുന്നതായ വാദ്യ അലങ്കാരങ്ങളെ കൊണ്ടും കൃഷ്ണാച്യുത ജഗന്നാഥ ഹരേ വിഷ്ണു ജനാർദ്ദന വൈകുണ്ഠ വസുദേവേശ മധുസൂദന മാധവ എന്നിരിക്കുന്നതായ നാമസങ്കീർത്തനങ്ങളാണ് ദേവകളെന്നെ ആരാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എങ്കിലും അതിലും ശ്രേഷ്ഠമായിരിക്കുന്ന നാമം ഈ കലിയുഗത്തിനകത്ത് അല്ലെ, ഈ നാമം കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ളതായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല അല്ലെ. അന്നന്റെ അയ്മാടിയിലതായിരിക്കുന്ന മാതാവ് മടിയിലിരുത്തി മയിൽപ്പീല് കൊണ്ട് താടനം ചെയ്ത് വിളിച്ചിരിക്കുന്നതായ നാമം ഗോവിന്ദ ഗോവിന്ദ എന്നിരിക്കുന്നതായ നാമം അല്ലെ. എന്താണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയോ? ഗോവിന്ദ നാമത്തിന്റെ അല്ലെ പൊരുളെന്താണെന്നറിയോ? പാപമാകുന്ന പർവ്വതത്തിലേക്കുള്ള വജ്രായുധമാണ് എന്റെ ഗോവിന്ദനാമം അല്ലെ. ജനിമൃതിയാകുന്നതായ മഹാരോഗങ്ങൾക്കുള്ളതായിരിക്കുന്ന സിദ്ധൌഷധമാണ് എന്റെ ഗോവിന്ദനാമം. അജ്ഞാത കാലത്തെ
ശൂലീകരിക്കുന്ന മധ്യാഹ്ന സൂര്യനാണ് എന്റെ ഗോവിന്ദനാമം അല്ലെ. അങ്ങനെ ഇരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഗോവിന്ദനാമത്തോട് കൂടിയിട്ട് ഭഗവാന് അല്ലെ നിങ്ങൾ യാത്ര അയക്കണം കേട്ടോ. ഏവരോട് വാത് കേട്ടോ. എന്നാൽ അധർമ്മം ധർമ്മത്തെ കീഴടക്കുന്നതായ ആ ദിക്കിനകത്ത് ധർമ്മസ്ഥാപിയായിട്ട് തക്കവണ്ണം ഭഗവാൻ അവതരിച്ചോളാം കേട്ടോ. അപ്രകാരം നിങ്ങളായി